ഹായ് ശിവ സാർ. ഹായ് പ്രിയങ്ക. ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവനും സാർ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സാറിന്റെ ഓരോ വീഡിയോസും ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോസുകളാണ്. എന്റെ ഓഫീസിലും എല്ലാ സ്ഥലത്തും ഇത് പറയാൻ തുടങ്ങി. സാറിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? ഞാനൊരു ബിസിനസ് മൈൻഡ് സെറ്റ് കോച്ചാണ്. ആ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷണൽ വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ എന്ത് ക്ലാസ്സുകൾ എടുക്കാറുള്ളത്? എല്ലാ വ്യക്തികൾക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതേസമയം പ്രവർത്തിച്ച് അവർ മുന്നേറുമ്പോൾ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടി വരുന്നു. അവർക്ക് അതിനാവശ്യമായ എനർജി കിട്ടാതെ വരുന്നു, ഓർമ്മ കിട്ടാതെ വരുന്നു, പെർഫോമൻസ് ഇല്ലാതെ പോകുന്നു, അവർ നിരാശരാകുന്നു. ഈ സമയത്ത് അവരെ എനർജറ്റിക് ആയി, കോൺഫിഡന്റ് ആക്കി, അവരെ കോൺഗ്രുവന്റ് ആക്കി ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആണ് പ്രധാനം. അത് ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത. അപ്പോ സാർ ആർക്കൊക്കെയാ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് ഹെഡ്സ്, ബിസിനസ് ഓണേഴ്സ്, ആക്ടേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബാങ്ക് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നിങ്ങനെയുള്ള ഹൈ പ്രൊഫൈൽസിനാണ് നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർ, ഒരുപാട് ട്രെയിനിങ്ങുകൾ പറ്റി കേട്ടിട്ടുണ്ട്. ആ ട്രെയിനിങ്ങും സാറിന്റെ ട്രെയിനിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റുള്ള ട്രെയിനിങ്ങുകളെ അപേക്ഷിച്ച് നമ്മുടെ ഒരു പ്രത്യേകത വെറും തിയറി ക്ലാസ് കൊടുക്കലല്ല. നമ്മൾ സൈക്കോളജിക്കലും ഫിസിയോളജിക്കലായിട്ടുള്ള അനേകം ടെക്നിക്സ് കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്യിച്ച് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കലാണ്. ഇങ്ങനെ ട്രാൻസ്ഫോർമഡ് ആവുന്ന ആ ന്യൂ ബിഹേവിയർ ഉള്ള ആ പേഴ്സണ് അവരുടെ ഏത് സാഹചര്യത്തെയും നേരിടാൻ പറ്റും. അതിനാവശ്യമായ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ലൈഫ് ലോങ് ആണ്. അപ്പൊ സർ, ഈ മൈൻഡ് സെറ്റ് കോച്ചിങ് പറഞ്ഞാൽ എന്താണ് സർ? ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മൈൻഡ് സെറ്റിലെ വ്യത്യാസമാണ്. നമ്മുടെ മനസ്സാണ് നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് അത് എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കാനും നമുക്ക് നേടാനും സാധ്യമാക്കുന്നത്. ഇങ്ങനെ കഴിയാത്തവർക്ക് വലിയ ഒരു ലക്ഷ്യം നിർണയിച്ച് ആ ലക്ഷ്യത്തിന് അനുസൃതമായി ഗോൾ ഓറിയന്റഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും നേടാൻ കഴിയും. എപ്പോഴും അവർ വിജയിച്ചു കൊണ്ടേയിരിക്കും. അതിനാവശ്യമായ ട്രെയിനിങ് ആണ് മൈൻഡ് സെറ്റ് കോച്ചിങ്. അപ്പോ ശിവസാറെ, അപ്പൊ മൈൻഡ് സെറ്റ് കോച്ചിങ്ങിന് എത്ര സമയമെടുക്കും? അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വളരെ മോശമായിരിക്കും. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം അവർക്ക് പുതിയ മൈൻഡ് സെറ്റ് കൊടുക്കാൻ. മറ്റു ചിലർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടാവും. അതിനനുസരിച്ചുള്ള ആ വലിയ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു ദിവസം മതിയാക്കും, ചിലപ്പോഴോ ദിവസങ്ങൾ എടുത്തേക്കും. സർ, ഇത് ഇൻഡോർ ക്ലാസ് ആണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ക്ലാസ് ആണോ സർ? നമ്മുടെ ട്രെയിനിങ്ങുകൾ ഇൻഡോറും ഔട്ട്ഡോറും കൂടി ചേർന്നാണ്. അതുകൊണ്ട് ഫലം കൂടുമെന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ചില ട്രെയിനിങ്ങുകൾ ആ കമ്പനി അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് പോയാണ് ചെയ്യുക. അപ്പോഴും ചില കാര്യങ്ങൾ അത്ഭുതകരമായ റിസൾട്ട് വേണമെങ്കിൽ ഈ ഔട്ട്ബോൺ ട്രെയിനിങ്ങിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ സാഹസികമായ പലതും ചേർക്കേണ്ടി വരും. അതിൽ ഫയർ വാക്ക് ഉൾപ്പെടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ മാറ്റം വരുത്തുന്നത്. ഇതുപോലെ നമ്മുടെ ഇൻഹൗസ് പ്രോഗ്രാമിൽ അതിൽ നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുപോകും പല സ്ഥലങ്ങളിലേക്കും, സ്ഥാപനങ്ങളിലേക്കും, ബീച്ചിൽ, റെസ്റ്റോറൻറ്റിൽ, അതുപോലെ പല മേഖലകളിലേക്കും. അതൊക്കെ ആ സമയത്തൊക്കെ അവർക്ക് അവരുടെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനും അവർക്ക് പുതിയ മാനസികാവസ്ഥ സൃഷ്ടിക്കാനും പരിചയപ്പെടുത്തലാണ്. അതിനുശേഷം നമ്മൾ ഇൻഹൗസിൽ വന്ന് അവരുടെ മൈൻഡിനെ പൂർണ്ണമായും സെറ്റ് ചെയ്യും. പിന്നീട് ഒരു ഫ്യൂച്ചർ പേസ് ചെയ്യും. അത് ഭാവിയിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ട സ്ഥലത്തൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ കൃത്രിമമായി സൃഷ്ടിച്ച് അവരുടെ മനസ്സിൽ അവിടെ വിജയിക്കാനും പ്രവർത്തിച്ച് സന്തോഷം നേടാനുമുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കും. സർ, ഇത് ഇൻഡിവിജ്വൽ ക്ലാസ് ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ്സുകളാണോ സർ? നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സുകളും ഇൻഡിവിജ്വൽ ക്ലാസ്സും കൊടുത്തു വരുന്നു. നമ്മുടെ ക്ലയൻസിന്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ കോഴ്സ് അവരോട് ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ അതൊക്കെ അറിഞ്ഞാണ് നമ്മൾ ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ബിസിനസ് ഹെഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ വലിയ കാര്യങ്ങളെ, വലിയ ലക്ഷ്യങ്ങളെ നേടേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ, അതിനാവശ്യമായ മാനസിക ഊർജം വേണ്ട വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പേഴ്സണൽ കോച്ചിങ് തന്നെ വേണം.
ഗ്രൂപ്പ് കോച്ചിങ്ങിൽ സ്കിൽസും അതുപോലെ തന്നെ കേപ്പബിലിറ്റീസുമാണ് കൂടുതൽ കൊടുക്കുക. അതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ സാധിക്കും. പേഴ്സണൽ കോച്ചിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ട്രാൻസ്ഫോർമഡ് ആണ്. ഒരു ന്യൂ ബിഹേവിയർ ജനറേറ്റ് ചെയ്യപ്പെടും. അദ്ദേഹം പുതിയ ഒരു വ്യക്തിയായിട്ട് സ്വയം തോന്നുകയും മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഇടവരികയും ചെയ്യും. സാറിന്റെ ക്ലാസ് ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ ട്രെയിനിങ്ങുകൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നടന്നുകൊണ്ടിരുന്നത് തൃശ്ശൂരായിരുന്നു. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മലബാർ കീസ് ഹോട്ടലിൻ്റെയും ഫ്രാൻസിസ് ആലുക്കാസിൻ്റെയും തൊട്ടടുത്ത്, അതുപോലെ ലാൻഡ്മാർക്ക് സെൻട്രിയോടെ മുന്നിലായിട്ട് നമ്മുടെ ഓഫീസ് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്നും ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടാവുമോ സാർ? തീർച്ചയായും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിൻ്റെ ഗുണം ലൈഫ് ലോങ് ആണ്. അത് ഓരോ വ്യക്തികളുടെയും വിശ്വാസങ്ങളെയും അവരുടെ സ്കില്ലുകളെയും ആശ്രയിച്ചിരിക്കും. നമുക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളെയാണ് നേരിടേണ്ടി വരുന്നത്, ചില പ്രത്യേക വ്യക്തിത്വങ്ങളൊപ്പം. ആ സമയത്തൊക്കെ ഈ മൈൻഡ് സെറ്റ് എത്രത്തോളം ശക്തമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട്. ഈ ഒറ്റത്തവണത്തെ റിസൾട്ട് ലൈഫ് ലോങ് ആണെന്ന് പറഞ്ഞല്ലോ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പേടിയുണ്ടായത് ഒരൊറ്റത്തവണയാണ്, കുട്ടിക്കാലത്തുണ്ടായതാവാം. അത് അപ്പൂപ്പനും അമ്മൂമ്മയും ആയി കഴിഞ്ഞിട്ടും മാറുന്നില്ല. അതുപോലെ ചില വിഷമം തട്ടിയത് കുട്ടിക്കാലത്തുണ്ടായതാ, ഇപ്പോഴും കൊണ്ടു നടക്കാണ്. വെറുപ്പുണ്ടായത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ബിലീഫാണ് ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ സ്കിൽസും കേപ്പബിലിറ്റീസും മാത്രമല്ല, നമുക്ക് ബിലീഫിൽ ചേഞ്ച് വരും, ഐഡന്റിറ്റിയിൽ ചേഞ്ച് വരും. ഇങ്ങനെ ചേഞ്ച് വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് പാഷനേറ്റായി ആ ലക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റും. സാർ ഏകദേശം എത്ര പേർക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും? എൻ്റെ 21 വർഷത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസിനിടയ്ക്ക് അനേകം പേർക്ക് നേരിട്ട് ട്രെയിനിങ് കൊടുക്കാനും മറ്റനേകം പേർക്ക് ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ പലരും ഇപ്പോഴും പുതിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ റെഫറൻസിലൂടെ ഇപ്പോൾ പുതിയ ക്ലയൻസിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സാർ ട്രെയിനർ എന്ന നിലയിൽ എത്ര സാറ്റിസ്ഫൈഡ് ആണ്? എൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പേടിച്ചിരുന്ന കാര്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുന്നു, വിഷമിച്ചിരുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. തന്നെയുമല്ല, അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നൊന്നു കൂടിയാണ്. അങ്ങനെ നന്മ ചെയ്ത് സമ്പത്തും പ്രശസ്തിയും ഉണ്ടാക്കുന്ന ഈ പ്രവൃത്തി വളരെ സംതൃപ്തിയോടെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറിന്റെ ക്ലാസ് വിന്നവനക്ക് నాకు നിണ്ട സന്തോഷമുണ്ടേ. నా జీవితాల్లో ഉയർച്ച ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചാണ്. പ്രിയങ്ക, ഈ ഭാഷ? സാർ, എന്റെ നേറ്റീവ് ഭാഷ തെലുങ്കാണ്. എനിക്ക് സന്തോഷം വന്നപ്പോൾ സാറിന് അതായിട്ട് ഞാൻ പ്രകടിപ്പിക്കേണ്ടി വന്നു. വെരി ഗുഡ്. അതായത് സാറിന്റെ ക്ലാസ്സിനെ പറ്റി കേട്ടതിന് ശേഷം എനിക്കും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം വന്നു. മിന്റെ ജീവിതത്തിലും ഉയർച്ചനും നേട്ടനും ഉണ്ടാലത്ത സാറിന്റെ ക്ലാസ് അറ്റൻഡ് చేసి മിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണ്ട അട്ട മെച്ചപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടായവൾക്ക് താഴെ ചോദിച്ച നമ്പറില കോണ്ടാക്ട് చేసి മിന്റെ ഡേറ്റ് ബുക്ക് ചെയ്യണ്ട. അതായത് ഞാൻ എന്താ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.